നമസ്കാരം. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യത്തിൽ മുങ്ങിമറഞ്ഞ ശുചീകരണ തൊഴിലാളി ജോയ് 2 രാത്രിയും 2 പകലും നീണ്ട തിരച്ചിലിനൊടുവിലും അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല. രക്ഷാപ്രവർത്തകർ മണിക്കൂറുകളോളം ജീവൻ പണയം വെച്ച് മലിനജലത്തിൽ മുങ്ങിയും നീന്തിയും മാലിന്യങ്ങൾ നീക്കിയും തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു ഫലവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധരുടെ 6 അംഗ സംഘം ഇന്നലെ രാത്രി എത്തിയിരുന്നു. അവർ ഇന്നു മുതൽ രക്ഷാദൗത്യത്തിൽ പങ്കുചേരും. പുതിയ സ്കൂബ ഡൈവിംഗ് ടീമും ഇന്ന് തിരച്ചിലിന് എത്തും. ശനിയാഴ്ച രാവിലെ 11 മണിക്കാണ് ജോയിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. രാത്രി നിർത്തിവെച്ച തിരച്ചിൽ ഇന്നലെ രാവിലെ പുനരാരംഭിച്ചു. ക്യാമറ ഘടിപ്പിച്ച 2 റോബോട്ടുകൾ രാവിലെ നടത്തിയ പരിശോധനയിൽ ജോയിയെ കാണാതായതിന് സമീപം 10 മീറ്ററോളം ഉള്ളിൽ മനുഷ്യൻ്റെ കാലുകൾ പോലുള്ള ദൃശ്യം കണ്ടത് പ്രതീക്ഷ ഉയർത്തി. എന്നാൽ സ്കൂബ സംഘത്തിൻ്റെ പരിശോധനയിൽ അത് മനുഷ്യനല്ല എന്ന് സ്ഥിരീകരിച്ചു. അഗ്നിരക്ഷാസേനയുടെ ഭാഗമായ സ്കൂബ ടീം, ദേശീയ ദുരന്ത നിവാരണ സേന NDRF എന്നിവരടങ്ങുന്ന രക്ഷാസംഘം പല ഘട്ടങ്ങളിലായി റെയിൽവേ പ്ലാറ്റ്ഫോമിന് അടിയിലെ 120 മീറ്ററോളം നീളമുള്ള ടണലിൽ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചു. അടിഞ്ഞുകൂടിയ ചെളിയും മാലിന്യങ്ങളും നീക്കാൻ ജലസേചന വകുപ്പിൻ്റെ മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തും വെള്ളം കെട്ടിനിർത്തിയ ശേഷം തുറന്നുവിട്ടുമൊക്കെ ശ്രമങ്ങൾ നടത്തി. ദൗത്യം അതീവ ദുഷ്കരമെന്ന് മാൻഹോളിൽ ഇറങ്ങി പരിശോധന നടത്തിയ സ്കൂബ ഡൈവിംഗ് സംഘാംഗങ്ങൾ പറഞ്ഞു. ആമയിഴഞ്ചാൻ തോട്ടിൽ 2 പകലുകൾ പിന്നിട്ട ജോയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ കൈമൈ മറന്നാണ് രക്ഷാപ്രവർത്തകർ ഇതിൽ പങ്കെടുക്കുന്നത്. ആരുമൊന്ന് ഇറങ്ങാൻ മടിക്കുന്ന, കണ്ടാൽ അറയ്ക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന മാലിന്യ കൂമ്പാരത്തിൽ തങ്ങളുടെ ജീവൻ പോലും മറന്നാണ് രക്ഷാപ്രവർത്തകർ ജോയ്ക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്നത്. മനുഷ്യരെ ഭയക്കാതെ റെയിൽവേ പാളങ്ങൾക്കിടയിലൂടെയും തോട്ടിലൂടെയുമൊക്കെ ഓടുന്ന എലികൾക്കിടയിലൂടെയാണ് ജോയ്ക്ക് വേണ്ടിയുള്ള ഈ തിരച്ചിൽ. മാരായമുട്ടത്തെ വീട്ടിൽ മകനെ കാത്തിരിക്കുന്ന അമ്മയ്ക്ക് മുന്നിൽ ജീവനോടെ ജോയിയെ എത്തിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഫയർഫോഴ്സ് ടെക്നിക്കൽ ഡയറക്ടർ ഉൾപ്പെടെ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. രാജാജി നഗർ, ചാക്ക, വർക്കല, കല്ലമ്പലം, ആറ്റിങ്ങൽ, പാറശാല, വിഴിഞ്ഞം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 100 അംഗ ഫയർഫോഴ്സ് സംഘത്തിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരും അണിചേരുന്നുണ്ട്. രാജാജി നഗർ ഫയർഫോഴ്സ് സ്റ്റേഷനിലെ 5 വനിതാ അഗ്നിശമന ജീവനക്കാരും തിരച്ചിലിനായുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് 14, കൊല്ലം ജില്ലയിൽ നിന്ന് 5 സ്കൂബ അംഗങ്ങളും ആഴത്തിലേക്ക് ഇറങ്ങി തിരച്ചിൽ നടത്താൻ സ്കൂബ സംഘത്തിന് ഓക്സിജൻ സിലിണ്ടർ, മാസ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പോർട്ടബിൾ മൈക്കും ബ്രീത്തിംഗ് എയർ കംപ്രസറും ഗ്യാസ് ഡിറ്റക്ടറുകളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. വലിയ കയർ, വെള്ളത്തിൻ്റെ അടിയിൽ ഉപയോഗിക്കുന്ന ശക്തമായ വെളിച്ചമുള്ള ടോർച്ച് എന്നിവയുമുണ്ട്. മാൻഹോളിൽ പ്രവേശിച്ചാൽ മൈക്കിലൂടെ വിവരങ്ങൾ നൽകാനും അത് പറയുന്നത് പുറത്ത് കേൾക്കാനും സാധിക്കും. 20 പേരടങ്ങുന്ന സംഘമാണ് ഫയർഫോഴ്സിനെ സഹായിക്കാനായി സ്കൂബ ടീമിൽ നിന്ന് എത്തിയിരിക്കുന്നത്. മാലിന്യ നീക്കം ഉൾപ്പെടെയും ചെയ്യുന്നുണ്ട്. കർമ്മനിരതരായി മെഡിക്കൽ സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ പ്രത്യേക ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ICU സംവിധാനം ഉൾപ്പെടെയുള്ളവ ഒരുക്കിയിട്ടുണ്ട്. ഓക്സിജൻ സപ്പോർട്ട്, ബേസിക് ലൈഫ് സപ്പോർട്ട് തുടങ്ങിയ സംവിധാനങ്ങളുള്ള കനിവ് 108 ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ളവയും തയ്യാറാണ്. വെള്ളത്തിൽ ഇറങ്ങുന്നവർക്ക് ഡോക്സിസൈക്ലിൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ മരുന്നുകളും നൽകുന്നുണ്ട്. അതുപോലെ 72 പേരടങ്ങുന്ന നഗരസഭാ ശുചീകരണ സംഘവും സ്ഥലത്തുണ്ട്. മാലിന്യം നീക്കലാണ് ഇവരുടെ ജോലി. ഇത്തരത്തിൽ ഇപ്പോൾ ദൗത്യം പുരോഗമിക്കുകയാണ്. ഇതുവരെയും ജോയിയെ കണ്ടെത്താനുള്ളതിൻ്റെ സൂചനകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. ശുഭസൂചനകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. ഈ ഒഴുക്കിൽ അദ്ദേഹം ഏത് പ്രദേശത്തേക്ക് ഒഴുകിപ്പോയി, എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിൽ അദ്ദേഹം പെട്ടുപോയിട്ടുണ്ടോ, ഞൊടിയിടയിൽ കാണാതായ ജോയി ഏത് പ്രദേശത്തേക്കാണ് ഒഴുകിപ്പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചാണ് ഈ വലിയ സംഘാംഗങ്ങൾ ഇപ്പോൾ പരിശോധനകൾ തുടരുന്നത്. അതേസമയം റെയിൽവേയെ കുറ്റപ്പെടുത്തി മേയർ ആര്യ രാജേന്ദ്രനും മേയറെ കുറ്റപ്പെടുത്തി റെയിൽവേയും രംഗത്ത് വന്നത് വിഷയം രാഷ്ട്രീയമാകുന്നതിൻ്റെ ചില സൂചനകൾ കൂടി നൽകിയിരുന്നു. ഈ വിഷയത്തിൽ മാലിന്യം നീക്കേണ്ടതും വേണ്ട സുരക്ഷ ഒരുക്കേണ്ടതും റെയിൽവേയാണ് എന്ന് കോർപ്പറേഷൻ മേയർ പറയുമ്പോൾ ഇതൊക്കെ കോർപ്പറേഷൻ്റെ ജോലിയാണ്, അവർ വേണ്ട രീതിയിൽ ഇടപെടാത്തത് കൊണ്ടാണ്, അത് റെയിൽവേക്ക് മുമ്പും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഒരു മനുഷ്യൻ്റെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ടുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് റെയിൽവേ കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ റെയിൽവേയെ നഖശികാന്തം എതിർത്തുകൊണ്ടാണ് മേയർ ആര്യ രാജേന്ദ്രൻ വരുന്നത്. എല്ലാം ഒരുക്കിയിട്ടുണ്ട്, ഉടൻ തന്നെ എല്ലാം തുടങ്ങും, എല്ലാം വേണ്ട രീതിയിൽ പര്യവസാനിക്കും എന്നുള്ള പ്രതീക്ഷയാണ് മേയർ നൽകുന്നത്. ജോയിക്കായുള്ള തിരച്ചിൽ ഇന്ന് പുലർച്ചെയും തുടരും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ശുഭ പ്രതീക്ഷയിലാണ് സംഘാംഗങ്ങളും ജനങ്ങളും ഒക്കെ തന്നെ. എന്തായാലും ആമയിഴഞ്ചാൻ തോടിൻ്റെ മാലിന്യ കൂമ്പാരം ജനശ്രദ്ധയിൽപ്പെട്ടത് ഈ ഒരു സംഭവത്തോടെയാണ് എന്നതാണ് മറ്റൊരു കാര്യം.